ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്ന് ഹംഗേറിയൻ ഭാഷയിലുള്ള ഒരു ഹൊറർ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. യൂറോപ്യൻ കൺട്രികളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഈ ഹംഗേറിയൻ. നല്ല ഭാഷയാണ്, കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെയുണ്ട്. ഒന്നും പുരിയാതെന്നേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം എന്നാണ് അവരുടെ ഭാഷയിൽ ഈ സിനിമയുടെ പേര്. മരിച്ച ഡെഡ് ബോഡികളെ ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ. ഇങ്ങേര് ഒരുപാട് പേര് ഫ്ലൂ വന്ന് മരണപ്പെട്ട ഒരു ഗ്രാമത്തിലേക്ക് വരുന്നു. വൈകിയാണ് പുള്ളി മനസ്സിലാക്കുന്നത് ആ ഗ്രാമവാസികൾ മരണപ്പെട്ടത് ഫ്ലൂ വന്നിട്ടല്ല, അവിടെ കൊടിയ പ്രേതശക്തികളുണ്ടായിരുന്നു. അതിന്റെ പിടിയിൽ നിന്നും ആ ഗ്രാമത്തെ രക്ഷപ്പെടുത്തണം. ഇനി കുറച്ചു സമയം നമുക്ക് മരിച്ച ജഡങ്ങളോടൊപ്പം ചെലവഴിക്കാം. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 1918 യൂറോപ്പിലെ വമ്പനൊരു യുദ്ധം. ആ യുദ്ധത്തിൽ തോറ്റോടുന്ന ഒരു പട്ടാളപ്പട. ഗ്രനേഡുകൾ പല ഭാഗത്തുനിന്നും പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിൽ പെടാതെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നായകൻ. എന്നാൽ വിധി അവനെയും വെറുതെ വിട്ടില്ല. ഒരു ഗ്രനേഡ് അവന്റെ ദേഹത്ത് തന്നെ പൊട്ടിത്തെറിക്കുന്നു. ഹീറോ ദൂരേക്ക് തെറിച്ച് വീഴും. അവനിപ്പോ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ല. ഒരു പെൺകുട്ടിയുടെ രൂപം മാത്രം. ആ പെൺകുട്ടി തോമസ് എന്ന് നായകന്റെ പേര് വിളിക്കുന്നുണ്ട്. കുറെ സമയം കഴിയുമ്പോൾ ഈ മരണപ്പെട്ട പട്ടാളക്കാരുടെ ബോഡിയെല്ലാം ബാക്കിയുള്ള പട്ടാളക്കാര് കുഴിയിലേക്ക് വലിച്ചെറിയുന്നു. കാരണം ഒരുപാട് ബോഡികളുണ്ട്. ഇത് പോർക്കളത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഇവർ അവിടെ തന്നെ കുഴി കുത്തി ബോഡിയെല്ലാം കുഴിയിലേക്ക് വലിച്ചിടുകയാണ്. അപ്പോഴാണ് കുഴിയിലേക്കിട്ട ഒരു ബോഡി മാത്രം ചുമച്ചെഴുന്നേക്കുന്നത് വയസ്സായൊരു ക്യാപ്റ്റൻ പട്ടാളക്കാരൻ കാണാം. അത് നമ്മുടെ ഹീറോ ആയിരുന്നു. അങ്ങേര് ഹീറോയുടെ ബോഡി മുകളിലേക്ക് വലിച്ചിടും. അപ്പോഴേക്കും ഹീറോയ്ക്ക് ബോധം വന്നിട്ടുണ്ട്. ഷർട്ട് അഴിച്ചു നോക്കുമ്പോൾ വലിയ ആഘാതമേറ്റതിന്റെ പാട്. നല്ല വേദനയുണ്ടാവും. ആ ബ്ലാസ്റ്റ് കൊണ്ട് സംഭവിച്ചതാണിത്. പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ട ശുശ്രൂഷ നൽകാമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ 6 മാസം കഴിഞ്ഞു. യുദ്ധമൊക്കെ അവസാനിച്ചു. പല പട്ടാളക്കാരും നാട്ടിലേക്ക് തിരിഞ്ഞുപോയി. ഇപ്പോ ദൂരെയുള്ള ഒരു ഗ്രാമം കാണിക്കുന്നു. ആ ഗ്രാമത്തിൽ ചന്ത നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചന്തയിലൂടെ ഒരു പെൺകുട്ടി ഇങ്ങനെ കാഴ്ചകൾ കണ്ടുവരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട മുത്തശ്ശൻ പട്ടാളക്കാരനല്ലേ, അങ്ങേരിപ്പ തെരുവിൽ ജാലവിദ്യ കാണിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ആർക്കൊക്കെ കാണണം. മരണത്തിൽ നിന്നും തിരിച്ചു വന്നവനെ ആർക്കെല്ലാം കാണണം. പ്ലേഗ് ബാധിച്ച് നിങ്ങളുടെ കൂടെയുള്ളവർ മരണപ്പെട്ടു, നിങ്ങളും മരണപ്പെട്ടേക്കാം. എന്നാൽ മരിച്ചു കഴിഞ്ഞ് എന്താ സംഭവിക്കുക നിങ്ങൾ അറിയണ്ടേ? അത് മരണത്തിൽ നിന്നും തിരിച്ചു വന്നവനെ കൊണ്ട് മാത്രമേ പറയാൻ കഴിയൂ. അതിനുവേണ്ടി കുറച്ച് പണം നിങ്ങളുടെ നാണയത്തുട്ടുകൾ ചെലവാക്കിയാൽ മാത്രം മതി. വരൂ അകത്തേക്ക്. ഇങ്ങനെയൊക്കെ വിളിച്ചുകൂവി ആൾക്കാരെ തന്റെ ഷെഡിലേക്ക് കയറ്റുകയാണ് അപ്പൂപ്പൻ. ആ സമയത്ത് നമ്മുടെ പെൺകൊച്ച് ഇങ്ങേരെ ഷെഡിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലെന്താണെന്ന് ചെന്ന് നോക്കും. അപ്പം അതിൽ പോസ്റ്റ്മോർട്ടം ഫോട്ടോ എന്നെഴുതിയിട്ടുണ്ട്. കുറെ ആൾക്കാർ മരിച്ചവരെ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ഫോട്ടോകളും കാണാം. അപ്പം അകത്ത് നമ്മുടെ ഹീറോ ഒരു പെൺകുട്ടിയെ സുന്ദരിയായി ഒരുക്കിയിരുത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അടുത്തിരുന്ന് കരയുന്നുണ്ടാവും. ഹീറോ അവരെ സമാധാനിപ്പിക്കുകയാണ്. അവളിപ്പോ സമാധാനത്തിന്റെ ലോകത്താണ്. ഇനി അവൾക്ക് വേദനയില്ല. അതോർത്ത് നിങ്ങൾ വിഷമിക്കാതിരിക്കും. അപ്പൊ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയും, എന്റെ ഗ്രാമത്തിൽ എനിക്കും എന്റെ മോൾക്കും മാത്രമേ ഈ രോഗം പിടിപെട്ടുള്ളൂ. എന്നിട്ട് ഞാൻ മരണപ്പെട്ടില്ല, എന്റെ മോളാണ് മരണപ്പെട്ടത്. ഹീറോ പറയും, നിങ്ങൾ ഭാഗ്യവാനാണെന്ന്. അപ്പൊ അപ്പന് ദേഷ്യം വരുന്നുണ്ട്, ഇതാണോടാ ഭാഗ്യം എന്ന് ചോദിച്ചിട്ട്. അതിന് ഹീറോ മറുപടി പറയുന്നില്ല, തന്റെ ജോലി ചെയ്യാണ്. അപ്പോഴാണ് പെൺകുട്ടി, നമ്മുടെ കൊച്ചുപെണ്ണ്, അകത്തേക്ക് വന്നിങ്ങനെ എത്തി നോക്കുന്നത്. അപ്പൂപ്പനാണെങ്കിൽ ജാലവിദ്യ കാണിച്ച് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയത്ത് ഹീറോ ആൾക്കാരെ ഇരുത്തി മരണപ്പെട്ട പെൺകുട്ടിയെ നടുക്കുയിരുത്തിയിട്ട് അവരുടെ കുടുംബ ഫോട്ടോ എടുക്കും. കുറച്ച് വിയേർഡായിട്ടുള്ള കാര്യമാണ്, എന്നാൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഈ തണുത്ത രാജ്യങ്ങളിൽ ഡെഡ് ബോഡികൾ പെട്ടെന്ന് ദ്രവിക്കില്ല, പ്രത്യേകിച്ച് വിന്റർ സമയത്ത്. സോ അവർ സമ്മറിനോ സ്പ്രിങ്ങിനോ വേണ്ടി കാത്തിരിക്കും. ഈ ബോഡികൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് കാലത്ത്. ഹീറോ ആ കുടുംബത്തിന് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ പെൺകുട്ടിയെ കാണുന്നത്. മോൾ ആരാ, എന്താ ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി, നിങ്ങൾ മരിച്ചവരെ ഫോട്ടോ എടുക്കുമല്ലേ, ഞങ്ങളുടെ നാട്ടിലും ഒരുപാട് മരണപ്പെട്ടവരുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരുമോ? ഹീറോ പറയും, പണം തരുവാണെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകും. അപ്പൊ ഈ കൊച്ചുപെണ്ണ്, നിങ്ങൾ പ്രേതത്തിന്റെ ഫോട്ടോ എടുക്കുമോ എന്ന് ചോദിക്കും. പെട്ടെന്നൊരു നിഴലതീ കൂടെ പാസ് ചെയ്തു പോകുന്നു. ഇവരത് ശ്രദ്ധിക്കുന്നില്ല. ഹീറോ പറയും, പ്രേതങ്ങൾ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എന്നാ ശരി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോവാണ്. പോകാൻ നേരത്ത് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുക താൻ മരിക്കാൻ കിടക്കുമ്പോൾ കണ്ട അതേ പെൺകുട്ടിയുടെ രൂപം. ഉടനെ ഹീറോ ആ പെൺകുട്ടിക്ക് പുറകെ ചെല്ലുന്നു. അവളെ കാണുന്നില്ല. ആ സമയത്ത് 2-3 ഗ്രാമവാസികൾ ഇവരുടെ പോസ്റ്റ്മോർട്ടം നോട്ടീസ് ബോർഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇവർ വരികയാണെങ്കിൽ നമുക്ക് ഉപകാരമായിരിക്കുമല്ലോ, മരിച്ച എല്ലാവരെയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ആ ഗ്രാമവാസികൾ സംസാരിക്കുന്നുണ്ട്. ആ ഗ്രാമവാസികളുടെ കൂടെയാണ് ഈ പെൺകുട്ടിയുള്ളത്. അവരുടെ കൂടെയാന്ന് തോന്നുന്നു ഇവൾ ഈ ചന്തയിലേക്ക് വന്നത്. സോ ഹീറോ
നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവര് ഹീറോയോട് അവരുടെ നാട്ടിലേക്ക് വരാൻ പറയുകയാണ്. അവരുടെ കൂടെ തന്നെ പോകാൻ ഹീറോ തയ്യാറാക്കും. എന്നാൽ മുത്തശ്ശൻ, നീ എന്താണ് ആ പെൺകുട്ടിയെ കണ്ടിട്ട് ആ പെൺകുട്ടി വിളിച്ചത് കൊണ്ടാണോ ഇങ്ങനെ പോകുന്നു? ആ ഗ്രാമത്തിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല, അവിടെ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്നറിയില്ല, വെറും ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണോ നീ പോകുന്നത്? ഹീറോ പറയും, ഞാൻ പോയിട്ട് ഒരാഴ്ചയ്ക്കകം കാരവൻ തിരിച്ചു പോകുന്നതിന് മുമ്പേ തിരിച്ചെത്താം. പിന്നെ ആ പെൺകുട്ടി, അവളെ ഞാൻ യുദ്ധം നടക്കുന്ന സമയത്ത് കണ്ടതാണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ, അതിനെന്തെങ്കിലും കാരണം കാണും, ഞാൻ എന്തായാലും ചെല്ലുകയാണെന്നും പറഞ്ഞ് ഹീറോ ആ ഗ്രാമവാസികളുടെ കൂടെ തന്നെ ഒരു കുതിരവണ്ടിയിൽ അവരുടെ ഗ്രാമത്തേക്ക് പുറപ്പെടുന്നു. അപ്പോഴാണ് ആ ഗ്രാമവാസികൾ പറയുക, ഭൂമി തണുത്തുറഞ്ഞിരിക്കുകയാണ്, മരണപ്പെട്ടവരെയൊന്നും ഞങ്ങൾക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരുപാട് ആഴ്ചകളായി ഡെഡ് ബോഡിയുടെ കൂടെയാണ് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത്. എന്തൊരവസ്ഥയാണല്ലേ ഞങ്ങളുടേത്. യുദ്ധത്തിൽ കുറെ പേര് മരിച്ചു, ഫ്ലൂ വന്നിപ്പോൾ കുറെ പേര് മരിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയില്ല. എന്തായാലും മോന്റെ പേരെന്താണെന്ന് അവർ ചോദിക്കും. ഹീറോ പറയും തോമസ് ആണെന്ന്. അവർ തമാസ് എന്നാണ് വിളിക്കുകയുള്ളൂ. അവരുടെ നാക്ക് ലേശം കുഴഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. നാട് വന്നല്ലോ. ഒരു കുഗ്രാമം. പണ്ട് നമ്മുടെ ഗ്രാമത്തിലൊക്കെ കാണുന്ന അതേപോലത്തെ പുല്ലുമേഞ്ഞ വീടുകൾ. പല വീടുകളിലും ചടങ്ങളിങ്ങനെ പുതച്ചു വെച്ചിരിക്കുന്ന കാണാം. ഏതാണ്ട് ഗ്രാമത്തിന്റെ നടുക്കായി ഒരു ചെറിയ പള്ളിയുണ്ട്. അവിടെ ഇവര് വണ്ടി നിർത്തുന്നു. വണ്ടിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങിച്ചെല്ലും. നമ്മുടെ പെൺകുട്ടി ആന്റി എന്ന് വിളിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന കാണാം. ഒരു ആന്റി വീൽ ചെയറിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഹീറോ തന്റെ പെട്ടി താഴത്തേക്ക് വെക്കുന്നു. ഈ പെട്ടി ചതുപ്പിലിങ്ങനെ മണ്ണിനടിയിലേക്ക് കുഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഈ നാട്ടിൽ. എന്തായാലും അധികം വൈകാതെ പെട്ടിയെടുത്തിട്ട് സാറ് തന്നെ കൂട്ടിക്കൊണ്ടുവന്ന ആളുടെ കൂടെ ഇങ്ങേര് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പുണ്ടാവും ആ ഗ്രാമവാസികളിലെ പലരും മുഖത്ത് ചാക്ക് കൊണ്ട് ഓരോ മാസ്ക് ധരിച്ചിട്ടുണ്ട്. എന്തിനാണാവോ? അവസാനം ഒരു വീടിന് മുന്നിലേക്ക് എത്തുന്നു. അവിടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയോട് ഈ തൊപ്പി വെച്ച ചേട്ടൻ ചോദിക്കും, ഇങ്ങേരൊരു ഫോട്ടോഗ്രാഫറാണ്, പുള്ളിക്ക് കുറച്ച് നാൾ ഇവിടെ താമസിക്കണം, നിങ്ങളൊരു റൂം കൊടുക്കൂ. ആ ചേച്ചി പറയും, കുറച്ചു നാളത്തേക്കാണെങ്കിൽ ശരി, അകത്തേക്ക് വരും. ഒരു ചെറിയ വീടിന്റെ ഇടതുവശത്തായിട്ടുള്ള മുറിയിൽ ഹീറോയോട് ആ ചേച്ചി താമസിച്ചോളാൻ പറയും. എന്നിട്ട് ഭക്ഷണം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ അതേ വിശക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ ചേച്ചി, ഞാൻ അങ്ങേർക്ക് ഭക്ഷണം കൊടുത്തോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് ആ തൊപ്പിക്കാരനോട് പറഞ്ഞ് പുള്ളി ഇറക്കി വിടുവാണ്. കുറച്ച് കോപമുള്ള ചേച്ചിയാന്ന് തോന്നുന്നുണ്ട്. ഹീറോയുടെ മട്ടും ഭാവവും കാണുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി താനൊരു ഹംഗേറിയൻ അല്ല അല്ലേ, കാണാൻ ചേലുണ്ടല്ലോ, ജർമ്മനാണോ ഹീറോ? അതേന്ന് പറയും, ജർമ്മനാണ് ഹീറോ. എന്തായാലും ഭക്ഷണമായിട്ട് ഒരു ബ്രെഡും 2 വലിയ ഉള്ളിയും കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കഞ്ഞിയും ചമ്മന്തിയും പോലെയാന്ന് തോന്നുന്നുണ്ട് അവരെ നാട്ടിലെ ബ്രെഡ് ഉള്ളി. ഈ നേരം ഹീറോയെ കണ്ട് കുരച്ചുകൊണ്ടിരുന്നൊരു പട്ടി ഏതോ ഒരു അമാനുഷിക ശക്തിയാൽ പൊന്തിയും താണും കളിച്ചോണ്ടിരിക്കും. അതാരും ശ്രദ്ധിക്കുന്നില്ല. ആ നേരത്താണ് ഈ പെൺകുട്ടി അന്ന എങ്ങോട്ടോ ഇറങ്ങിപ്പോന്ന് ഹീറോ കാണും. ഹീറോ വിളിച്ചു ചോദിക്കും, അന്ന നീ എങ്ങോട്ടാണ്? ഞാനും നിന്റെ കൂടെ വരട്ടെ. അവൾ ചിരിച്ചോണ്ട് പറയും, ഡെഡ് ബോഡിയെ പേടിയില്ലെങ്കിൽ എന്റെ കൂടെ വരാം, എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയും ആ പെൺകുട്ടിയുടെ കൂടെ ചെല്ലുന്നുണ്ട്. ഇവര് നേരെ സെമിത്തേരിയിലേക്കാണ് പോകുന്നത്. ഇവിടെ സമ്മർ സമയങ്ങളിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇടയ്ക്കിടെ ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് വരാറുണ്ട്. അപ്പൊ ഹീറോ ചോദിക്കും, ഇത്രയും ദൂരത്തേക്കൊക്കെ നിന്റെ അമ്മ വിടുമോ എന്ന്. അമ്മോള് പറയാണ്, എനിക്ക് അമ്മയില്ല, ആന്റി മാത്രമേ ഉള്ളെന്ന്. അപ്പൊ ഹീറോ അച്ഛൻ എവിടെയാന്ന് ചോദിക്കും. അച്ഛൻ യുദ്ധത്തിന് പോയി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. യുദ്ധം കഴിഞ്ഞല്ലോ, എന്നാലും അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. എന്താ സംഭവിച്ചെന്നറിയില്ല. അപ്പൊ ഹീറോ, നിനക്ക് പ്രായം എന്തായെന്ന് ചോദിക്കും. അവൾ 20 വയസ്സായെന്ന് പറയും. എന്നിട്ട് ചിരിക്കുകയാണ്. ഇല്ല, 20ന്റെ പകുതി 10 ആയിട്ടുള്ളൂ. അങ്ങനെ അവർ സെമിത്തേരിയിലെത്തി. അവിടെ കുഴിച്ചിട്ട ഓരോരുത്തരുടെ പേരായിട്ട് ആ പെൺകുട്ടി പറയാണ്. അങ്കിൾ സൈമൺ, ആന്റി അന്ന, അങ്കിൾ അർപ്പി, സുൽത്താൻ, ഇങ്ങനെ ഓരോ പേരും പറയുമ്പോൾ ഹീറോ ഒരു ബീഡിയും വലിച്ചൊരു മൂലയ്ക്ക് കുത്തിരിക്കാവും. ഇവള് പുറകിലൂടെ വന്ന് പേടിപ്പിക്കും. അവളും അവളുടെ ഏതോ ഒരു കൂട്ടുകാരനും കുറ്റിവീടി പെറുക്കിയെടുത്തിട്ട് ആരും കാണാതെ ഇവിടെ വന്നിരുന്ന് വലിക്കോത്രേ. അതാണ് ഞങ്ങളുടെ നേരം പോക്ക്. ഇവിടെ പിന്നെ സ്കൂളൊന്നുമില്ലല്ലോ. ടൗണിൽ വലിയ ബസ്സൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടോ? ഹീറോ പറയും, ഉണ്ടല്ലോ, അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന ബസ് വരെ ഉണ്ട്. നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടോ? അവൾ ചിരിക്കും. ആന്റി കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ പോവാന്ന് പറഞ്ഞ് 2 പേരും അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നു. വീട്ടിലേക്ക് വന്ന് ഹീറോ കിടന്നുറങ്ങും. രാത്രി എന്തൊക്കെയോ ഉറുമുന്നതും പെടയുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാം. ശബ്ദം വ്യക്തമല്ല. ഹീറോ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കും. അവിടെയൊന്നും കാണുന്നില്ല. ഈ വീട്ടിൽ താമസിക്കുന്ന ചേച്ചി, അവരുടെ പേര് മാർക്സ എന്നാണ്. അവരുടെ ശബ്ദവും കേൾക്കുന്നില്ല. മാർക്സാന്ന് ഹീറോ വിളിച്ചു നോക്കും. ആ ലേഡി മിണ്ടുന്നില്ല. ശരി, തനിക്ക് തോന്നിയതാകും എന്ന് കരുതി ഹീറോ വീണ്ടും കിടക്കുകയാണ്. പെട്ടെന്ന് ആരെയോ ചങ്കി പിടിച്ച് അമർത്തിയതുപോലത്തെ ഒരു ശബ്ദം കേൾക്കാം. പേടിച്ച് ഹീറോ റാന്തലും കൊളുത്തി തന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് ആ വീടിന് ചുറ്റും നടന്നു നോക്കുകയാണ്, എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നത്. മാർക്സയുടെ മുറി ചെല്ലുമ്പോൾ അവര് സ്വൈര്യമായിട്ട് കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നുണ്ട് മച്ചിന്റെ പുറത്തൂടെ ആരോ ഓടുന്ന ശബ്ദം. ശരിക്കും ഓടുന്നുണ്ട്. കാരണം മച്ചിന്റെ മുകളിൽ നിന്ന് പൊടിയൊക്കെ താഴത്തേക്ക് വീഴുന്നു കാണും. ഹീറോ മെല്ലെ ചെന്ന് ഏണി പിടിച്ച് കയറി മച്ചിലേക്ക് നോക്കും. എന്തേലും കാണുന്നതിന് മുന്നേ റാന്തല് കെട്ടുപോയി. പേടിച്ചവൻ താഴെ വന്ന് വീണ്ടും റാന്തല് കത്തിച്ച് മച്ചിന്റെ മുകളിലേക്ക് ചെന്ന് നോക്കാണ്. അവിടെ ഒന്നുമില്ല. ആരും വന്നതായിട്ടോ പോയതായിട്ടോ
ഉള്ള അടയാളങ്ങളില്ല. തിരിച്ചിറങ്ങാൻ നോക്കുമ്പോൾ തന്റെ ഏണി ആരോ തള്ളി താഴെയിട്ടിരിക്കുന്നു. എന്നാലും ആള് പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്ന ആക്ഷൻ കിങ് അല്ലേ, അതുകൊണ്ട് ചാടാനൊന്നും കുഴപ്പമില്ല. പുള്ളി താഴത്തേക്ക് എടുത്ത് ചാടും. ചാടിയ ഉടനെ ഈ ഡോറ് വലിഞ്ഞടയുന്നു. ടകടഹോ പറഞ്ഞ് വീഴും. എന്തൊക്കെയോ കുഴപ്പമുണ്ട്. എന്തായാലും ഇനി നോക്കി നിൽക്കണ്ട, മിണ്ടാതെ ചെന്ന് കിടക്കാന്നും പറഞ്ഞ് ആള് കയ്യും കെട്ടി പേടിച്ച് മിണ്ടാതെ വന്ന് കിടക്കാം. കണ്ണടയ്ക്കുമ്പോ ഒരു നിഴൽ രൂപം അവന്റെ അടുത്തിങ്ങനെ കൂന് പിടിച്ചതുപോലെ എഴുന്നേറ്റ് നിന്ന് നോക്കുന്ന കാണാം. ചെക്കൻ കണ്ണു തുറക്കുമ്പോഴേക്കും പ്രഭാതമായി, പുലരി പിടിഞ്ഞു. പുറത്തേക്ക് വരുമ്പോൾ ഭക്ഷണവുമായി മാർക്ക് അവിടെ ഇരിപ്പുണ്ട്. മാർക്ക, ഗുഡ് മോർണിംഗ്. രാത്രി ചില ശബ്ദങ്ങളൊക്കെ കേട്ടു, എന്താ കുഴപ്പം? ഇപ്പൊ മാർക്ക് ചോദിക്കും, തനിക്ക് രാത്രി പേടിയാണോ എന്ന്. അതിന് ഹീറോ, പേടിക്കാനും മാത്രം എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? അവരൊന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ വിളിച്ചുകൊണ്ട് വന്ന ആ ഗ്രാമവാസിയുടെ കൂടെ ഹീറോ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അത് ആ ഗ്രാമവാസിയുടെ അനിയത്തിയുടെ വീടാണ്. അനിയത്തി മരണപ്പെട്ടു. അവളുടെ വീട് ഹീറോയ്ക്ക് ഓഫീസായിട്ട് ഉപയോഗിക്കാം. അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാം. ആ ഗ്രാമവാസി ഹീറോയ്ക്ക് മുറി കാണിച്ചു കൊടുക്കും. ഈ മുറി നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറയും. എന്നിട്ട് ആ മുറിയിൽ അടുപ്പ് കത്തിച്ചു കൊടുക്കുന്നുണ്ട് ചൂടാകാൻ വേണ്ടി. കീയും കൊടുത്തിട്ട് ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ വർക്ക് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോക്കും. ഹീറോ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ് അലമാരമെല്ലാം തുറക്കുന്നത്. ഒന്നുമില്ല അലമാരയ്ക്കകത്ത്. പറ്റിച്ച കൂക്കൂ. അപ്പം ആരോ കതക് തുറന്ന് ഒരു ബോഡിയായിട്ട് വരും. ബോഡി അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഹീറോ ബോഡി നോക്കുന്നുണ്ട്. ഒരു മീശക്കാരൻ, കുറുന്താടിയുള്ള മീശക്കാരൻ. തണുപ്പി കിടക്കായിരുന്നു, കുറച്ച് ഉറഞ്ഞു പോയിട്ടുണ്ടാകും എന്നവർ പറയും. അതിനൊപ്പം തന്നെ മറ്റൊരു ബോഡിയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രാമവാസിയുടെ അനിയത്തിയുടെ ബോഡിയായിരിക്കും. ഹീറോ ആ ബോഡി നോക്കുമ്പോൾ തന്നെയാണ് ഈ ഗ്രാമവാസി അങ്ങോട്ട് വരുന്നത്. അങ്ങേർക്ക് അനിയത്തിയുടെ ബോഡി കണ്ട് സങ്കടാവും. അങ്ങേര് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് വിശ്വാസത്തിനെതിരാണോ? ഹീറോ, ഇല്ല, ഇങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത് ലോകത്ത് പലയിടത്തും നടക്കുന്ന സംഭവമാണെന്നും പറഞ്ഞ് ആൽബങ്ങൾ കാണിച്ചു കൊടുക്കും. പുള്ളിക്ക് അപ്പോൾ വിശ്വാസമാവും. കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പുള്ളി മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ഹീറോ ഓരോ ബോഡിയായിട്ട് കൊണ്ടുവന്ന് ചേറിയിരുത്തി അതിനെ അറേഞ്ച് ചെയ്ത് മേക്കപ്പ് ചെയ്ത് കയ്യും കാലൊക്കെ മടക്കി. ഈ ബോഡികളുടെ കയ്യും കാലും മടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. തലയൊക്കെ നിവർത്തി നേരെ വെച്ചിട്ട് വേണം പടമെടുക്കാൻ. അങ്ങനെ ഈ മീശക്കാരനെ വെക്കുമ്പോണ്ട് ഇയാളുടെ കയ്യൊക്കെ അനങ്ങുന്നു. അത് ഹീറോ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ തല നേരെ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ക്ലിക്ക് അടിക്കും. തീ പെട്ടെന്ന് സ്പാർക്ക് ചെയ്ത് കത്തിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. പഴയ ക്യാമറയിൽ ലൈറ്റ് അടിക്കുന്നതിന് പകരം. അത് കഴിഞ്ഞ് അടുത്ത ബോഡി, ഡെഡ് ബോഡികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് അതിനെ നോക്കിയിരിക്കാന്ന് പറഞ്ഞ എന്ത് രസമാണ്. അങ്ങനെ മുടിയൊക്കെ ചീവി കൊടുത്ത് മേക്കപ്പ് ചെയ്തിട്ട് ആ ചേച്ചിയുടെ ഭർത്താവിനെയും വിളിച്ച് അടുത്ത് നിർത്തി ഹീറോ ഫോട്ടോ എടുത്തു കൊടുക്കും. അടുത്ത ബോഡി നോക്കുമ്പോണ്ട് കഴുത്തൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞൊരു മനുഷ്യന്റെ ബോഡി. എന്താണ് പുള്ളിക്ക് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. കഴുത്തിൽ നിന്ന് ആരോ ചോര വലിച്ച് കുടിച്ചതുപോലെയുണ്ട്. എന്തായാലും ആ കഴുത്ത് മറച്ചു വെച്ചിട്ട് ഹീറോ പുള്ളിയെ മേക്കപ്പും ചെയ്ത് പുള്ളിക്കാരന്റെ ഭാര്യയെ വിളിച്ച് നിർത്തിയിട്ട് രണ്ടുപേരുടെയും കൂടി ഫോട്ടോ എടുത്തു കൊടുക്കും. ഭാര്യയ്ക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ വീണ്ടും ജീവനുള്ളതുപോലെ കാണുമെന്ന് വിചാരിച്ചില്ല. ഒരുപാട് നന്ദിയുണ്ട്, നല്ലൊരു ഫ്രെയിമിലാക്കി തരണേ എന്നും പറഞ്ഞ് കരഞ്ഞ് അവരെ ഇറങ്ങിപ്പോകും. അടുത്തതൊരു കൊച്ചു പയ്യനാണ്, പാവം. അമ്മയുടെയും ചേട്ടന്മാരുടെയും കൂടെ ആ പയ്യന്റെ ഫോട്ടോയും എടുത്തു കൊടുക്കുന്നു. അപ്പോഴാണ് കതവിൽ ടൊക് ടൊക് എന്ന് മുട്ടിയിട്ട് നമ്മുടെ അന്ന വരുന്നത്. എനിക്ക് പേടിയൊന്നുമില്ല, നിങ്ങളുടെ ജോലിയൊക്കെ ഞാൻ കണ്ടതാണ്, ഞാൻ അകത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഇവളകത്തേക്ക് വരും. ഹീറോ അപ്പോൾ ആ ചേച്ചിയുടെ ബോഡി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാവും. ഇവരെ കണ്ട മരിച്ചുപോയിന്ന് പറയത്തേയില്ല, ജീവനോടുള്ളതുപോലുണ്ട്. ഞാൻ ജനിച്ചപ്പോൾ ശരിക്കും മരണപ്പെട്ടു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. എനിക്ക് ശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. തൊപ്പിൾക്കൊടി എൻ്റെ കഴുത്തിൽ ചുറ്റി ഞാൻ മരണപ്പെട്ട് കിടക്കായിരുന്നു. പക്ഷെ ആൻറ്റി എൻ്റെ പുറത്ത് തട്ടി എൻ്റെ ശ്വാസം തിരിച്ചു കൊണ്ടുവന്നാണ്. മരണത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു എന്നാണ് അവരെപ്പോഴും പറയുക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കിടത്തിയിരിക്കുന്ന മറ്റൊരു ബോഡി വിറച്ചെഴുന്നേറ്റ് വീഴുന്ന കാണാം. എന്താ പറ്റിയെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. പെട്ടെന്ന് തീ ആളി കത്തുന്നുണ്ട്. ഈ അന്നയ്ക്ക് എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്. അവളത് പറയുന്നില്ല. എനിക്ക് പോണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പോകുന്ന വഴിയെ അവളുടെ കൂടെ കളിക്കുന്ന ഒരു കൂട്ടുകാരൻ മുഖത്ത് ചാക്കുതൂണി ഇട്ടിട്ട് പോകുന്നത് കാണാം. നീ എന്തിനാടാ എപ്പോഴും ഈ ചാക്കൂണി ഇട്ടിരിക്കുന്നത്? എന്നെയും നിനക്ക് പേടിയാണോ? ആ പയ്യൻ പറയും, എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല, എനിക്ക് പ്രേതങ്ങളെയാ പേടി. അമ്മ എപ്പോഴും ഇത് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും ചിരിച്ച് സംസാരിക്കുമ്പോഴാണ് ആ പയ്യന്റെ അമ്മ ഓടി വന്ന് വീണ്ടും ആ തുണിയെടുത്ത് അവന്റെ തലയിലിട്ടിട്ട് രണ്ട് തല്ലും കൊടുത്ത് വിളിച്ചോണ്ട് പോവുക. കുറച്ച് സമയം കഴിഞ്ഞ് ഹീറോ അന്ന എവിടെ പോയി എന്നറിയാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വരും. അപ്പൊ ഈ അന്ന അവളുടെ ആന്റിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കാവും. ആന്റി പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ഹീറോയെ നോക്കുന്നുണ്ട്. എന്താണാവോ സംഭവം? എന്തേലും ആവട്ടെ, നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞ് ഹീറോ തിരിച്ച് തന്റെ ഓഫീസ് മുറിയിലേക്ക് വന്ന് എടുത്ത ഫോട്ടോകളെല്ലാം കഴുകി പ്രിന്റ് എടുക്കുവാണ്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എടുത്ത ഫോട്ടോയിൽ ഒരു കറുത്ത നിഴൽ രൂപം കാണാം. ഹീറോ അടുത്ത ഫോട്ടോയും കഴുകി നോക്കും. എല്ലാ ഫോട്ടോകളിലും കറുത്ത നിഴൽ രൂപങ്ങൾ കാണാം. എന്താ പറ്റിയെന്നറിയില്ല. ഇപ്പൊ ഒരു ബോഡി ഹീറോയുടെ സ്റ്റുഡിയോ മുറിയിലുണ്ട്. ഹീറോ ആ ബോഡി ഇരിക്കുമ്പോൾ തന്നെ ക്യാമറ കൊണ്ട് അതിന് ചുറ്റും ഓരോ ഫോട്ടോകൾ എടുക്കും. പണ്ട് അതേ സമയത്ത് ഫോട്ടോ പ്രിന്റിലേക്ക് നോക്കാൻ കഴിയില്ലല്ലോ. എടുത്തു കഴിഞ്ഞ് കഴുകി കഴിഞ്ഞിട്ടേ നോക്കാൻ പറ്റുള്ളൂ.
ഇപ്പം എടുത്തിട്ടുണ്ട്. ആ ചേച്ചിയുടെ അരികത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഹീറോ മെല്ലെ തൊട്ട് നോക്കുകയാണ്. പെട്ടെന്നാണ് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുക. ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം പേടിച്ച് ഒച്ച വെച്ചൊരു ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. ഹീറോയും ഉടനെ അവരുടെ പുറകെ ഓടി ചെല്ലുന്നുണ്ട്. ഈ നേരത്ത് അവിടെ ഇരുത്തിയിരിക്കുന്ന ചേച്ചിയുടെ കണ്ണീന്ന് കണ്ണീരൊഴുകുന്ന കാണാം. ഇവിടെ നാട്ടുകാരെല്ലാം ക്ലാരി എന്ന് പറഞ്ഞ പെണ്ണിന്റെ വീട്ടിലേക്ക് ഓടിക്കൂടിയിരിക്കുന്നു. ആ വീടിനകത്തു നിന്നും തീ പിടിച്ച് പുക പുറത്തേക്ക് വരുന്ന കാണാം. വീട് അടച്ചു വെച്ചിരിക്കുകയാണ്. നാട്ടുകാർ കതക് തല്ലിപ്പൊളിച്ചകത്തേക്ക് കയറി നോക്കും. അവിടെ റൂം ചൂടാവുന്ന അടുപ്പിന് ചുറ്റും ഫർണിച്ചറുകൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. അതെല്ലാം അവർ മാറ്റി നോക്കുമ്പോൾ ആ അടുപ്പിനകത്ത് ക്ലാര എന്ന് പറഞ്ഞ പെണ്ണിന്റെ 2 കാലുകൾ മാത്രം കാണാം. ആ സ്ത്രീ ആ അടുപ്പിനകത്ത് കുടുങ്ങിക്കിടക്കാണ്. അവര് വെന്തുരുകിയിട്ടുണ്ട്. പുറത്തേക്ക് വലിച്ചിട്ട് കിട്ടുന്നില്ല. ഇവര് ഭിത്തി പൊളിച്ചു നോക്കുമ്പോ വെന്തുരുകി കണ്ണൊക്കെ പുറത്ത് തള്ളിയ അവസ്ഥയിൽ ആ സ്ത്രീയുടെ ശരീരം പെട്ടെന്നത് ഊർന്ന് താഴേക്ക് വീഴും. അവര് മരണപ്പെട്ടു കഴിഞ്ഞു. അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചെന്നറിയില്ല. ജനമെല്ലാം പേടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകും. അത് കഴിയുമ്പോൾ അടുത്ത സീനില് ഇപ്പൊ മരണപ്പെട്ട പെണ്ണിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് ഫോട്ടോസ് ഹീറോ എടുത്തിരുന്നു. അതിലെല്ലാം ഈ ഷാഡോസ് കാണാം. അപ്പോഴാണ് അന്നക്കുട്ടി വരുന്നത്. അവൾ ഈ ഫോട്ടോ കണ്ടിട്ട് പറയും അവരാണിത് ചെയ്തത്. ആ ഫോട്ടോയിൽ കാണുന്ന ഷെയ്ഡ്സ് ഇല്ലേ, അവരാണിതെല്ലാം ചെയ്തത്. ഇവൾ ആ സ്റ്റുഡിയോ മുറിക്കകത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പറയ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്തിനാണ് മനുഷ്യരിങ്ങനെ ഉപദ്രവിക്കുന്നത്, ഇങ്ങനെ ആ പെൺകുട്ടി ചോദിച്ച ഉടനെ ആ വീടിനകത്തുള്ള സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീഴുന്നു കാണാം. പെണ്ണ് വേഗം വീടിന് പുറത്തേക്ക് ഓടിപ്പോകുന്നു. ഹീറോ പുറകെ ചെന്ന് എന്തുപറ്റി അന്ന, എന്തിനാണ് നീ പേടിക്കുന്നത്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിന് അന്ന പറയും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു, നിങ്ങളെ ഞങ്ങൾ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഇപ്പൊ അവര് ദേഷ്യത്തിലാണ്. ഇത്രയും കാലം അവരിങ്ങനെ പെരുമാറിയിരുന്നില്ല. നിങ്ങൾ വന്നതുകൊണ്ടാണ് അവർ ദേഷ്യത്തിലായത്. പൊയ്ക്കോളൂ, ഇനി ഇവിടെ നിൽക്കരുത്, ദയവ് ചെയ്ത് ഈ നാട് വിട്ട് പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് പെൺകുട്ടി അവിടെ നിന്ന് ഓടിച്ചെല്ലും. ഓടി അവളുടെ വീട്ടിലേക്ക് പോവാണ്. റൂമിലേക്ക് തിരിച്ചു വന്ന ഹീറോ ആ വീട്ടുടമസ്ഥ ചേച്ചിക്ക് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പറയും. എന്നോട് തുറന്ന് സംസാരിക്കൂ, നിങ്ങൾക്ക് എന്താണ് അറിയുക? അവരെനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവരുടെ ചെയറും അനങ്ങുന്ന കാണാം. ഹീറോ ചോദിക്കും അവരെല്ലായിടത്തും ഉണ്ട്, നിങ്ങൾക്കും അതറിയാം, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്, പറയൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ആ ചേച്ചി പറയും യുദ്ധത്തിൽ ഞങ്ങളുടെ ഒരുപാട് കുടുംബക്കാർ മരണപ്പെട്ടു. ഇപ്പിതാ സ്പാനിഷ് ഫ്ലൂ വന്ന് ബാക്കിയുള്ളവരെയും കൊന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും എന്തിനാണ് ഞങ്ങൾ പേടിക്കേണ്ടത്? ഞങ്ങളുടെ ഭയമെല്ലാം പോയി, ഞങ്ങളും അധികം വൈകാതെ മരണപ്പെടും. എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും അറിയൂല. അവരെഴുന്നേറ്റ് മാറിപ്പോകും. അപ്പൊ ഹീറോ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, നാളെ തന്നെ പുറപ്പെടാണ്. ഞാനിവിടെ നിന്നിട്ട് നിങ്ങൾക്കൊരു ഉപദ്രവമാവണ്ട. അതിനാ ചേച്ചി പറയും അതെ, അതാണ് നല്ലത്. നിങ്ങളുള്ളതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ മോശമാവുന്നേ ഉള്ളൂ, അല്ലാതെ ഒരു സഹായമില്ല നിങ്ങളെ കൊണ്ട്. പോയിക്കോളൂ, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോളൂ, ഞങ്ങളുടെ വിധിയാണത്. ഹീറോ മിണ്ടാതെ തിരിച്ചു വന്ന് കിടക്കുന്നു. അവൻ കിടക്കുമ്പോൾ തനിയെ ആരോ അവനെ പൊക്കി മുകളിലേക്ക് ഉയർത്തും. പേടിച്ചരണ്ടിരിക്കുമ്പോൾ വീണ്ടും താഴത്തേക്ക് വീഴുന്നു. ഇനി ഒരൊറ്റ നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. ഹീറോ ചാടി പുറപ്പെടും. കുതിരയെടുത്തിട്ട് അവിടെ നിന്ന് വിട്ടുപോവുകയാണ്. എല്ലാ സാധനങ്ങളും കെട്ടിപ്പറക്കി. അന്നെ പുറകിന്ന് തോമസ് തോമസ് എന്ന് വിളിക്കുന്നുണ്ട്. ആ വിളി കേൾക്കാതെ തന്നെ ഹീറോ ദൂരേക്ക് പുറപ്പെട്ടു പോകുന്നു. ആ ഗ്രാമം താണ്ടി ഒരു കാടിനിടയിൽ വെച്ച് രാത്രി തമ്പടിക്കാൻ ഹീറോ തീരുമാനിക്കും. അങ്ങനെ കുതിരയെ കെട്ടിവെച്ചിട്ട് തീയും കൊളുത്തി താൻ എടുത്ത ഫോട്ടോസ് ഓരോന്നായിട്ട് മറിച്ച് നോക്കുകയാണ്. പെട്ടെന്ന് തോമസ് എന്നുള്ള വിളി കേൾക്കാം. ദൂരെ ആ പെൺകുട്ടി കിടന്ന് പെടയുന്നു. അവളെ സാത്താന്മാരെ പിടിച്ചിട്ടുണ്ട്. ഞെട്ടി കണ്ണു തുറക്കുമ്പോൾ താൻ കണ്ടത് സ്വപ്നമായിരുന്നു. ആ ഗ്രാമം വിട്ടുപോകാൻ ഹീറോയ്ക്ക് മനസ്സില്ല. അവൻ തിരിച്ചു വരും. അന്നെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഹീറോയെ കണ്ടുടനെ അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. നിങ്ങൾ തിരിച്ചു വന്നോ, എനിക്ക് വേണ്ടി നിങ്ങൾ തിരിച്ചു വന്നോ? ഹീറോ പറയും അതെ, നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്തണം, ഈ ഗ്രാമത്തെ രക്ഷപ്പെടുത്തണം. ഇവര് നേരെ ഒരു ടീച്ചറെ കാണാൻ ചെല്ലുന്നു. അവർക്ക് ചില കാര്യങ്ങൾ അറിയാം. ഈ ഗ്രാമത്തിൽ ആത്മാക്കളുണ്ട്, അവർക്ക് എന്താണ് വേണ്ടത്, അവരെന്തിനാണ് ജനങ്ങളെ ഉപദ്രവിക്കുന്നത്? അത് കേട്ട ആ ടീച്ചർ പറയും എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മച്ചിലൂടെ ആരോ ഓടി നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ആരൊക്കെയോ കരയുന്ന ശബ്ദം. ഭയങ്കര തണുപ്പായിരുന്നു ആ സമയത്ത്. ചാരി വെച്ചിരുന്ന ഏണി തനിയെ താഴത്തേക്ക് വീണു. പിന്നീട് അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ആത്മാക്കളുടെ പ്രസൻസ് ഞാൻ അന്ന് ഫീൽ ചെയ്തിരുന്നു. അതുമാത്രമേ എനിക്കറിയുള്ളൂ. അവരാരാണെന്നോ അവർക്ക് എന്താണ് വേണ്ടതെന്നോ എനിക്കറിയില്ല. അപ്പോഴാണ് ആൻറ്റി കിരൺസെറ്റ്സ് വരുന്നത്. നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി പറയും ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലുകളിൽ ആരോ പിടിക്കുന്നതായിട്ട് തോന്നി. നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് പേടിയായി. എന്താ സംഭവിക്കണമെന്ന് അറിഞ്ഞില്ല. ഞാൻ അതിനോട് സംസാരിച്ചു, പക്ഷെ അത് മറുപടി പറഞ്ഞില്ല. ഹീറോ ചോദിക്കും അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരുടെ ആത്മാക്കളാണെന്ന് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞോ? അതിന് അമ്മച്ചി പറയും ആ സമയത്ത് എൻ്റെ വീട്ടിലെ ഒരുപാട് പേര് മരണപ്പെട്ടിരുന്നു. എൻ്റെ ഭർത്താവ്, എൻ്റെ 2 അനുജന്മാര്, എൻ്റെ ഒരു മകൻ. അതിലാരാണ് അവരെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ ആത്മാക്കൾ ക്ലാരിയെ ഉപദ്രവിച്ചതുപോലെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. അവരിപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. അവരുടെ അനുഭവമൊക്കെ കേട്ടിട്ട് ഹീറോയും അന്നയും കൂടി ഈ ക്ലാരി മരണപ്പെട്ടില്ലേ, ആ ക്ലാരിയുടെ വീട്ടിലേക്ക് ചെല്ലും. അവളുടെ വീട്ടിലെ മച്ചിൽ നോക്കുമ്പോൾ ആരും നടന്നു പോയതിന്റെ പാടൊന്നുമില്ല. സോ മനുഷ്യരല്ല. അതുപോലെ ആ അടുപ്പിന്റെ പുകക്കുഴലാരോ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. അവിടെ രക്തത്തിന്റെ പാടം കാണാം. ഇതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്നാണ് മച്ചിലുള്ള സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വീഴാൻ തുടങ്ങുക. ആ പ്രേതങ്ങളുടെ പ്രസൻസ് അവിടെ വന്നു തുടങ്ങി.